നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് സ്വർണത്തിന്റെ വില 100 രൂപ കയറിയിരിക്കുന്നു. 14,600 വില. 15,928 ചെന്നിരിക്കുന്നു. 24 ക്യാരറ്റ് ഗോൾഡ്. വെള്ളി കയറി എന്ന് പറയുന്നു, പക്ഷെ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ 268 ഗ്യാപ്പ് ഒരു 30 രൂപ ഇരുന്നുകൊണ്ടേയിരിക്കും. അതിനെ നിങ്ങൾ സൂക്ഷിച്ചോ. രൂപ അതിപാതാളത്തിൽ ചെല്ലുന്ന ഇടത്തിലിരുന്ന് നമ്മളെ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ഡോളറായി വിറ്റുകൊണ്ടിരിക്കുന്നു. അക്ഷയനയുടെ വില 93. ട്രംപ് ഈ സൈഡ് ചോദിച്ചാൽ പീസ് എന്ന് പറയുന്നു, അപ്പുറം സൈഡ് ചോദിച്ചാൽ പീസ് ഇല്ല എന്ന് പറയുന്നു. ഇവർക്ക് ഒരു പീസ് വന്നതുപോലെ തോന്നുന്നില്ല. നിഫ്റ്റി അധോഗതി 22,599 വരയ്ക്കും വന്നിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റി മടിയാണ്. മാർക്കറ്റ് ഒരുമാതിരി നെഗറ്റീവ് പോസിറ്റീവിലാണ് ചെന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഇറക്കി വിട്ടു. കാരണം IT ഇൻഡെക്സ് 3% വരയ്ക്കും മുകളിൽ കയറിയായിരുന്നു. ഓട്ടോ ഇൻഡെക്സ് 0.2% വരയ്ക്കും കയറിയിരുന്നു. 0.1% ഫാർമ, FMCG മൈനസ്, മെറ്റൽ മൈനസ്. മെയിനായിട്ട് കയറിയത് വന്നിട്ട് ഇൻഫിയാണ്. ഇൻഫി 4%, തങ്കമേൽ 6.25%, ഏജസ് നെറ്റ്വർക്ക് 7%, ലൈഡസ് ലൈഫ് സയൻസസ് 2%, HCL 2%, ഇപ്രോ 2.5%, സൗത്ത് ഇന്ത്യൻ ബാങ്ക് 2.2%, കർണാടക ബാങ്ക് 1.82%, IDFC 1.3%, ലിയാൻ ജുവലേഴ്സ് 1.3%, ECS 1.3%, ITC -1%, ഷോക്ക് ലേഡൻ -2.2%. ഇപ്പോൾ എന്തായെന്ന് വെച്ചാൽ വിപ്രോ 20% അപ്പ്. ഇതിൽ അമേരിക്കൻ ഡെപ്പോസിറ്ററി മാർക്കറ്റിൽ ഇതുകൊണ്ട് കയറി എന്ന് വെച്ചാൽ സബീസ് എന്ന് പറയുന്ന കമ്പനിയിൽ ടെലിഫോണിൽ സംസാരിക്കുന്ന ഹോട്ടലിലൊക്കെ കിച്ചൻ പറഞ്ഞ് ചണ്ട പിടിച്ചുകൊണ്ട് ഇന്ത്യക്ക് റോബോയിനെ ഡെവലപ്പ് ചെയ്ത് ഉരുവാക്കുന്ന കോൺട്രാക്റ്റിന് വിപ്രോയ്ക്ക് കൊടുത്തായിരുന്നു. വിപ്രോ ഈസ് ബാക്ക്. അവർ AI വന്നിരിക്കുന്നു. വിപ്രോ AI വർക്ക് ഫ്ലോ ഒക്കെ റെഡി ചെയ്യാൻ പോകുന്നു. വിപ്രോ ഇപ്പോൾ ഒരു AI കമ്പനിയായിട്ട് മാറിയിരിക്കുന്നു. ഇത് പറഞ്ഞ് 20% അതിനെ തൂക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ടെന്നീസ് റോളണ്ട് ഗാലോസ് ഔട്ട്, ബോൾ എവിടെ വീഴുന്നു എന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ ചെയ്യുന്നത് AI കോളിലാണ്. കുറച്ച് പാർട്ട്ണർഷിപ്പിൽ ചെയ്യുന്നതിന് D31 വരയ്ക്കും ഇൻഫിക്ക് കൊടുത്തിരിക്കുന്നു. AI കമ്പനിയായിട്ട് മാറി പറഞ്ഞ് പെട്ടെന്ന് തൂക്കി വിട്ടായിരുന്നു. അവസാനം മാർക്കറ്റിനെ ഇറക്കി വിട്ടു. പറഞ്ഞതിന് നിങ്ങൾ മറക്കണ്ട. ഈ കമ്പനിയൊക്കെ സർവൈവ് ആകുമ്പോൾ ടേൺ അറൗണ്ട് ഇരിക്കും. പക്ഷെ ആൾക്കാരിന് 50% കട്ട് ചെയ്ത് വിടും ജോലിയിലിരുന്ന്. എന്ന് വെച്ചാൽ AI ഉപയോഗിച്ച് ജോലി ചെയ്യാൻ ആൾക്കാർ അവർക്ക് ആവശ്യപ്പെടും. ഇവിടെയും ആൾക്കാർ ആവശ്യം കുറയും, ഇവിടെയും ആൾക്കാർ ആവശ്യങ്ങൾ കുറയും. പ്രോഫിറ്റും അങ്ങനെയിരിക്കും, ടേൺ അറൗണ്ടും അങ്ങനെയിരിക്കും. ഇരിക്കുന്നവരേക്കും പ്രോഫിറ്റ് ഭയങ്കരമായിട്ട് കയറേണ്ട പോസിബിലിറ്റീസും കൂടുതലുണ്ട്. US മാർക്കറ്റ് ആസ് യൂഷ്വൽ റെക്കോർഡ് ഹൈ. അതായത് ഇറാൻ എന്ത് പറഞ്ഞു എന്നാൽ ഇതുപോലത്തെ ഒരു സംസാരിച്ച് തീരുമാനം എടുക്കാം ഒരു 60 ദിവസത്തിന് സമയം കൊടുക്കും. ഇതുവരയ്ക്കും ഈ സ്ട്രൈറ്റ് ഓഫ് ഹോമോസിനെ മൂടി തന്നെ വെച്ചിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഈ ആന്ത്രപ്പിയുടെ വാല്യുവേഷൻ $1 അടുത്ത് വന്നിരിക്കുന്നു. ഓപ്പൺ AI ഒരു ഊതി തള്ളിയിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്തു എന്നാൽ ഗൂഗിളിൽ ഇട്ട് വെച്ചിരിക്കുന്ന കാരണം ഇത് ഗവർണർക്ക് ഒരു നല്ല ന്യൂസ് കിട്ടിയിരിക്കുന്നു. ഇൻഫ്ലേഷൻ അമേരിക്കയിൽ 3.8% ചെന്നിരിക്കുന്നു. ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ ഇല്ലല്ലോ. എല്ലാ സാധനങ്ങളുടെ വില തലവർ കയറ്റിയാലും വിലവാശി മാത്രം ഇന്ത്യയിൽ കയറത്തില്ല. നമ്മളെ ക്യാമറമാൻ പോലെ 10 രൂപയ്ക്ക് പെട്രോൾ ഇട്ടാലും അവർ വേദനിക്കുന്നില്ല സർ. ഒക്കെ എനിക്ക് ഡിഫറൻസ് കാണാൻ പറ്റുന്നില്ല സർ എന്നൊക്കെയാണ് പറയുന്നത്. അമേരിക്കയിൽ 3.8% ആയിരിക്കുന്ന ഇൻഫ്ലേഷൻ 3 ഇയർ ഹൈ ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ റേറ്റ് കട്ട് ഇല്ല എന്ന കാര്യത്തിൽ തീരുമാനമായി. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഹെഡ് എന്ത് പറയുന്നു എന്നാൽ ഹാഷ് ടാഗ് വന്നിട്ട് പുതിയ ഓഫറിങ്സ് നമ്മൾ ക്ലയൻറ്റിന് കൊടുക്കുന്നില്ല. ക്ലയൻറ്റിൽ നിന്ന് നമ്മൾ പുതിയ ഓഫറിങ്സ് കൊടുത്തോണ്ടേ ഇരിക്കുവാണെങ്കിൽ പിന്നെ ഹാഷ് ടാഗിന് അവർ തൂക്കും. അടുത്ത ഹിന്ദയും ഹാഷ് ടാഗ് വേണ്ട എന്നാണ് പറഞ്ഞു വിട്ടിരിക്കുന്നു. പക്ഷേ ടാറ്റ മോട്ടോഴ്സ് എന്ത് ചെയ്യുന്നു എന്നാൽ വിഗാർ, ടിഗോ ഇതുപോലെ സ്ഥലങ്ങളെല്ലാത്തിലും ഹാഷ് ടാഗിൽ ഇന്ന് ഫ്യൂച്ചേഴ്സിനൊക്കെ ആഡ് ചെയ്ത് സ്പെഷ്യൽ പ്രൈസിൽ ഇറക്കുന്നു. ടിയാഗോ EVനെ റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നു. ഫേസ് ചിപ്പൊക്കെ കൊടുത്തിരിക്കുന്നു. ഒപ്പീനിയൻ വന്നിട്ട് മറ്റവർക്ക് ഹാഷ്ടാഗിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുന്ന സമയം നോക്കി ഇപ്പോൾ ഹാഷ്ടാഗിൽ കോൺസെൻട്രേറ്റ് ചെയ്യുവാണെങ്കിൽ ബിസിനസ് ഒരുപാട് വരുമെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സ് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ രണ്ടും റെഡി ആയിട്ട് കയറിയിരിക്കുന്നു. ഈ പ്രൊഡക്ട്സ് ഒക്കെ ഞങ്ങൾ 50% കയറ്റുന്നു എന്ന് പറയുന്നു. 2013 50% EV എന്ന് വിചാരിച്ചത് 30% ആയിട്ട് അവർ ടാർഗറ്റിന് കുറച്ചിരിക്കുന്നു. 30% വരുമോ എന്നാണ് എൻ്റെ സംശയം. ക്ലിയർലാൻഡ് വന്നിട്ട് 2026 അത്ര നല്ലൊരു റവന്യൂ കൊടുത്ത് കൊമേഴ്ഷ്യൽ വെഹിക്കിളിനെ കയറ്റി അറൗണ്ട് 44,000 കോടി ചെന്ന് പിന്നെ 3,600 crore ആൾമോസ്റ്റ് കൊണ്ടുപോയി. അച്ഛൻ്റെ അവസാന കാലത്തിൽ 18 രൂപയ്ക്കാണ് ഇരുന്നത്. 18 രൂപ EMI കൺസിഡർ ചെയ്യണം. നിക്കൽ എന്ന് പറയുന്ന മെറ്റൽ വന്ന് അതിനകത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണത്.
ഇതൊക്കെ ഹോമൂസിലിருந்து വെളിയിൽ വരും. ഇപ്പൊ എന്തെന്ന് വെച്ചാൽ ഹോമൂസ് വഴി വരാനുള്ള കാരണം എനി വൈറ്റ് മെറ്റൽ നമ്മൾ വെറും ഇന്തോനേഷ്യ മാത്രം തന്നെ വാങ്ങണം. അത് എന്തിടാന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് കയറി ഓടാൻ പറ്റാത്ത ഒരു സ്ഥലത്തിലാണ് അത് ചെന്നിരിക്കുന്നത്. കാരണം ഈ ടൂ വീലർ മാനുഫാക്ചർ ചെയ്യുന്നവരൊക്കെ വീലറിൽ EV ചെയ്യുന്നവർക്കൊക്കെ ഈ നിക്കൽ ഒരു വലിയ പ്രോബ്ലമായിരിക്കും എന്ന് തന്നെ പറയുന്നു. നാട്ടുകാരുടെ വരൂ എന്ന് വിളിക്കുന്നതിന് മെറ്റൽ ഗെയിനെ കട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. ഈ കട്ട് ചെയ്യുന്ന ഐഡിയ ഒന്നും ജോലിക്കാവത്തില്ല. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് INFC ഫസ്റ്റ് ബാങ്കിന് 515 കോടി രൂപ ചെക്ക് പോലെ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമിൽ നിന്ന് വന്നിരിക്കുന്നു. ഇത് വന്നിട്ട് ചെറിയ മൈക്രോ ഫിനാൻസിന് കൊടുത്ത ലോണിൽ അവർ ഇൻഷുറൻസ് എടുത്ത് വെച്ചിരിക്കുന്ന കാരണം ആ കാശ് തിരികെ വന്നിരിക്കുന്നു. ഇത് പ്രോഫിറ്റിൽ ഹൈ പ്രോഫിറ്റ് തിരിയുവാണെങ്കിൽ 56-57 പറഞ്ഞുകൊണ്ടിരുന്ന INFC ഫസ്റ്റ് ബാങ്ക് ഇപ്പം എവിടെയോ കൊടികെട്ടി കിടക്കുന്നു ആണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ കറക്റ്റായ ആൾ വച്ചിരിക്കുന്നു. വളരെ വ്യക്തമായിട്ടാണ് ചൂസ് ചെയ്ത് വച്ചിരിക്കുന്നത്. ഒക്കെ നമ്മളതിനെ എടുക്കുമെന്നാണ് ഇതുകൊണ്ടാണ് പറഞ്ഞത്. കാര്യം അവർക്കൊക്കെ ഭയങ്കര ഖുഷിയായിരിക്കും. ഇകാർ എന്ത് പറയുന്നതെന്നാൽ 25 കൊല്ലമായി ഞങ്ങൾ ന്യൂയോർക്കിന് ചെന്ന് അദാർജിയുടെ കാലത്തിൽ തുടങ്ങിയതാണിത്. ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയം അമേരിക്കയിൽ ഇത് അറിയിച്ചായിരുന്നു. എനിക്കിത് നല്ലതായിട്ട് തോന്നി. ഫസ്റ്റ് ഏഷ്യൻ കമ്പനി ഫാർമ കമ്പനി സൈഡ് ജപ്പാനിൽ ചെന്നു അമേരിക്കയിൽ യൂസ് ചെയ്യാൻ. ഇതിന് ഞങ്ങളിപ്പോൾ ക്ലോസിങ് ചെയ്യല്ലോ ഡിങ് 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 എന്ന് പറഞ്ഞ് ഇതിനെ നമ്മൾ ചീപ്പായിട്ടാണ് കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നിങ്ങൾ മറക്കരുത്. സൈഡസിന് US FDA വന്ന് ക്ലാരിറ്റി എഴുതി കൊടുത്തിരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇതിനെ റിവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞ് ലിവർ ഡിസീസിന് ഡ്രഗ് അതിനെ റിവ്യൂ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം അവരുടെ ഫേവറേറ്റ് നാക്കോഫാർമയുടെ ഒപ്പം റിസൾട്ട് വരാൻ പോകുന്നു. ഇപ്പോൾ 40-50 പുതു പ്രോഡക്റ്റ് ഫയലിംഗ് അവർ ചെയ്തിരിക്കുന്നു. അതിനുശേഷം ബയോസിമിലേഴ്സ് അവർ സ്പെഷ്യലായിട്ട് ചെയ്തിരിക്കുന്നു. ഒരു വ്യവസായ ബാങ്ക് എന്ത് വിചാരിക്കുന്നത് എന്നാൽ രാത്രി കറക്റ്റാണ് ചെയ്ത് ഡൈവേഴ്സിഫൈ ചെയ്ത് അഫോർഡബിൾ ഇതിനൊക്കെ കാശ് കൊടുത്ത് ഇനിയും ചെയ്യാനാണ് പറയുന്നത്. ആ രാജ വന്നിട്ട് ലിഥിയം അയൺ ബാറ്ററിയുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് എത്തിക്കൊണ്ടിരിക്കുന്നു. എനർജി സ്റ്റോറേജ് സൊല്യൂഷൻ കൊടുക്കുന്നു. ECS വന്നിട്ട് ഗ്ലോബൽ ഇൻ്റഗ്രേറ്ററായി മാറിയിരിക്കുന്നു. ഫോർഡ് എന്ന കമ്പനിക്ക് AI പ്ലാറ്റ്ഫോമിൽ പിന്നെ ഇൻഫി എല്ലാ AIT ഡീലറും തുടങ്ങിയിരിക്കുന്നു. ഇനി സേഫാണ്. പക്ഷെ ആൾക്കാർക്ക് ജോലി കിട്ടുമോ എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അത് റിലയൻസ് ഇന്റർണലായിട്ട് ഒരു 16.6 ലക്ഷം കോടി ജിയോ റിലേറ്റഡ് ട്രാൻസാക്ഷനിൽ കമ്പനിയിലിരുന്ന് ഇന്നൊരു കമ്പനിക്ക് മാറ്റുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നു. അതുപോലെ വലിയ വലിയ ട്രാൻസാക്ഷൻ ചെയ്യുന്നത് നമ്മളെ കൊണ്ട് പറ്റാത്തത് കൊണ്ട് തന്നെ റിലയൻസിൻ്റെ അടുത്ത് പോകാത്തത്. ഭയങ്കരമായിട്ടുള്ള സബ്സിഡറി വെബൊക്കെ ഇരിക്കുന്നു. ഇവയൊക്കെ മനസ്സിലാക്കി നമ്മളതിൽ ചെയ്യണമെങ്കിൽ ഒരുപാട് കാശ് നമ്മളതിൽ ഇടണം. എന്നിട്ട് ഒരു 1-2 എടുക്കുന്ന ആൾക്കാരാണ്. നമ്മളിതിനെ സേഫായിട്ട് അവോയ്ഡ് ചെയ്യുന്നതാണ് ബെറ്റർ. ആണ് ഇന്നുള്ള മുഖ്യ വാർത്തകൾ. ട്രാക്കിന് ഇതിന് വലുതായിട്ട് കാശ് പോയിക്കൊണ്ടേയിരിക്കുന്നു. അത് നന്നായിരിക്കുന്നു. പിന്നെ സൗത്ത് ഏഷ്യയിൽ ഒറിജിൻ നെറ്റ്വർക്കിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി സെലക്ട് ആയിരിക്കുന്നു. 7% അപ്പാണ്. നിങ്ങൾക്കറിയാൻ ടാറ്റ ബോർഡിൽ ചോദ്യങ്ങൾ ചോദിച്ച 7.5 മണി നേരത്തിൽ ഈ കമ്പനിയെ കുറിച്ച് നിയൽ ടാറ്റ നോണ്ടിയതായിട്ട് ഓർമ്മ വച്ചിരിക്കും. ഇതൊക്കെയാണ് ഇന്നുള്ള മുഖ്യ വാർത്തകൾ. സമയം ഒരുപാട് സ്റ്റോക്കിന് കൺസിഡറേഷന് കിട്ടിയിരിക്കും. നിങ്ങൾ സൂക്ഷിച്ച് കൺസിഡർ ചെയ്യണം. പെട്ടെന്ന് ഡിസൈർ ചെയ്യരുത്. നിങ്ങളടുത്തിരിക്കുന്ന പട്ടാസ് ലിസ്റ്റ് നോക്കി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട് ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10-15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെയിരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം. അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.